ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വായോ, കഥയിലേക്ക് നമുക്ക് പോകാം. രാത്രി 11:47 കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു അനു. അവൾ റിസപ്ഷനിൽ ഒറ്റയ്ക്കിരുന്നു. പുറത്ത് കനത്ത മഴ. ആശുപത്രിയുടെ പഴയ കെട്ടിടഭാഗം വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നില്ല. അവിടെ ഒരു അപകടത്തിൽ മരിച്ച രോഗിയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നെന്നായിരുന്നു ജീവനക്കാർ പറയാറുള്ളത്. പക്ഷേ അനുവിന് ഇത്തരം കഥകളിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് റിസപ്ഷനിലെ ലാൻഡ് ലൈൻ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്തു. ഹലോ. അവിടെ നിന്ന് ഒരു പുരുഷ ശബ്ദം, വളരെ പതിഞ്ഞതും ഭയന്നതുമായിട്ടുള്ളത്. ദയവായി 4-ാം നിലയിലേക്ക് പോകരുത്. അനു ഞെട്ടി. ആരാണ് സംസാരിക്കുന്നത്? സമയമില്ല, അവൻ വരുന്നു. കോൾ കട്ടായി. ആശുപത്രിയിൽ 4-ാം നില ഉണ്ടായിരുന്നില്ല. കെട്ടിടം 3 നില മാത്രമായിരുന്നു. അനു കരുതി ആരോ തമാശ കളിക്കുകയാണെന്ന്. പക്ഷേ 5 മിനിറ്റിന് ശേഷം വീണ്ടും ഫോൺ വന്നു. അതേ ശബ്ദം. നീ ഇപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുകയല്ലേ? അനുവിൻ്റെ മുഖം പേടി കൊണ്ട് വിളറി. നിങ്ങൾ ആരാണ്? ഞാൻ നിന്നെ കാണുന്നുണ്ട്. കോൾ വീണ്ടും കട്ടായി. അനു CCTV തുറന്നു നോക്കി. എല്ലാ ക്യാമറകളും സാധാരണ പോലെ. പക്ഷേ ഒരു ക്യാമറ മാത്രം വ്യത്യസ്തമായിരുന്നു. പഴയ ഉപയോഗിക്കാത്ത വിങ്ങിൻ്റെ ക്യാമറ. സ്ക്രീനിൽ ഒരു പുരുഷൻ നിൽക്കുന്നു. അയാൾ നേരെ ക്യാമറയിലേക്ക് നോക്കുകയാണ്. മുഖം വ്യക്തമായില്ല. അനു സെക്യൂരിറ്റിയെ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലൈറ്റുകൾ മിന്നി. സ്ക്രീൻ ബ്ലാക്കായി. 5 മിനിറ്റിന് ശേഷം വീണ്ടും ചിത്രം വന്നു. അപ്പോൾ ആ പുരുഷൻ ക്യാമറയോട് കൂടുതൽ അടുത്തിരുന്നു. അസാധാരണമായിട്ട് അടുത്ത്. മുഖം ഏതാണ്ട് മുഴുവൻ ഫ്രെയിമിൽ. പക്ഷേ ഇപ്പോഴും വ്യക്തമായി കാണുന്നില്ല. അനുവിൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. അപ്പോഴാണ് ഫോൺ വീണ്ടും ബെല്ലടിച്ചത്. അവൻ അടുത്തെത്തി. ആരാണ്? സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്ക്. അനു CCTVയിലേക്ക് നോക്കി. പെട്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്ക്രീനിലെയാൾ ക്യാമറയിലേക്ക് നടക്കുന്നതല്ല, ക്യാമറയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതാണെന്ന്. അനു പേടിച്ച് പിന്നോട്ടു നീങ്ങി. അതേസമയം ആശുപത്രിയുടെ ഇടനാഴിയിൽ കൂടി ആരോ നടന്നു വരുന്ന ഒച്ച അനു കേട്ടു. അതെ, ആരോ റിസപ്ഷൻ്റെ അങ്ങോട്ട് നടന്നു വരുന്നത്. ഫോൺ വീണ്ടും ബെല്ലടിച്ചു. അനു ഫോൺ എടുത്തു. അതിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു. അനു ഇറങ്ങി ഓടുക. അനു വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെ നിന്ന് ഒരു നീണ്ട നിശബ്ദത. പിന്നെ മറുപടി വന്നു, ഞാനാണ് അരുൺ. ഏതരുൺ? 3 വർഷം മുമ്പ് ഈ ആശുപത്രിയിൽ മരിച്ച രോഗി. അനുവിൻ്റെ ശരീരം പേടികൊണ്ട് വിറച്ചു. കാരണം അവൾക്ക് ആ പേരറിയാമായിരുന്നു. ആശുപത്രിയുടെ പഴയ രേഖകളിൽ ഉണ്ടായിരുന്ന ഒരു കേസ്. അരുൺ എന്ന രോഗി ചികിത്സാപ്പിഴവ് കാരണം മരിച്ചതായി സംശയമുണ്ടായിരുന്നു. പക്ഷേ കേസ് അടച്ചുപൂട്ടിയിരുന്നു. അപ്പോൾ അനു ഒരു കാര്യം മനസ്സിലാക്കി. അരുൺ അവളെ ഭയപ്പെടുത്താൻ വിളിച്ചതല്ല, രക്ഷിക്കാൻ വിളിച്ചതാണ്. അവൾ പഴയ രേഖകൾ തുറന്നു. മരിച്ച രോഗികളുടെ പട്ടിക വീണ്ടും പരിശോധിച്ചു. അതിലൊരു പേര് വീണ്ടും വീണ്ടും കണ്ടു. ഒരേ ഡോക്ടറുടെ കീഴിൽ മരിച്ച നിരവധി രോഗികൾ. അരുൺ അടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു. അതേസമയം ആരോ നടന്നു വരുന്ന ഒച്ച അടുത്ത് കേൾക്കാൻ തുടങ്ങി. അനു പതുക്കെ തലയുയർത്തി. ഇടനാഴിയുടെ അറ്റത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തി. അദ്ദേഹം അനുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ മരുന്ന് നിറച്ച ഒരു സിറിഞ്ചുമുണ്ട്. അയാൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ നീ എല്ലാം അറിഞ്ഞു അല്ലേ? അയാൾ ആ സിറിഞ്ച് അനുവിൻ്റെ നേരെ നീട്ടിയതും കറണ്ട് പോയതും ഒരുപോലെയായിരുന്നു. ഒരു നിമിഷം മാത്രം. വീണ്ടും ലൈറ്റുകളെല്ലാം തെളിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഇടനാഴിയുടെ അറ്റത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അരുൺ, 3 വർഷം മുമ്പ് മരിച്ച രോഗി. അടുത്ത ദിവസം പോലീസ് ആശുപത്രിയിലെത്തി. വർഷങ്ങളായി മറച്ചു വെച്ചിരുന്ന കൊലപാതകങ്ങൾ പുറത്തു വന്നു. ഡോക്ടർ അറസ്റ്റിലായി. പക്ഷേ ഇന്നും ആ ആശുപത്രിയിലെ പഴയ ഫോൺ ചില രാത്രികളിൽ മുഴങ്ങാറുണ്ട്. ഫോൺ എടുക്കുന്നവർക്ക് ഒരു ശബ്ദം മാത്രം കേൾക്കും. ഭയപ്പെടേണ്ട, ഞാൻ മുന്നറിയിപ്പ് നൽകാനാണ് വിളിക്കുന്നത്. അതാരാണെന്ന് ജീവനക്കാർക്കറിയാം. അതെ, അരുൺ ഇപ്പോഴും അവിടെയുണ്ട്. ഈ പ്രാവശ്യം പ്രേതമായി അല്ല, രക്ഷകനായിട്ടാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു കഥയുമായിട്ട് നാളെ കാണാം. ടാറ്റാ.